കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. ഈ ഗവൺമെൻറ് പ്രവർത്തിക്കാത്ത ഗവൺമെൻറ്റാണ്. നാടിനെ വേണ്ടത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിനെയാണ്. ഡിസാസ്റ്റേഴ്സ് ഉണ്ടായപ്പോഴെല്ലാം 10 കൊല്ലക്കാലം കേരളത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത ഗവൺമെൻറ്റിൻ്റെ ആ മാതൃകയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഈ ഗവൺമെൻറ് പല പാഠങ്ങളും പഠിക്കണം, ഈ ഗവൺമെൻറ് ആക്ട് ചെയ്യണം. ഇപ്പോൾ തന്നെ വളരെ വൈകിട്ടുണ്ട്. ഇനിയും വൈകാതെ അടിയന്തിരമായിട്ട് സർക്കാർ സംവിധാനങ്ങളെല്ലാം ഇടപെടണം, രക്ഷാപ്രവർത്തനം ഊർജിതപ്പെടുത്തണം, രക്ഷിക്കാൻ കഴിയുന്ന അവസാനത്തെ ആളിനെ വരെ രക്ഷിക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുടെ കുടുംബങ്ങളെ രക്ഷിക്കണം, അവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം കൊടുക്കണം. ആ കുടുംബങ്ങളിലെ അവരുടെ ബന്ധുക്കൾക്ക് ജീവിക്കാൻ മതിയാകുന്ന വേതനം കിട്ടുന്ന ജോലി കൊടുക്കണം. ഉറപ്പുണ്ടാക്കണം. അതിലൊക്കെ നഷ്ടപരിഹാരം, ജോലി, പുനരധിവാസം ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതെല്ലാം അറിയാൻ കേരളത്തിന്. അതെല്ലാം ഇവിടെ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്. ആ വഴിക്ക് പോകാൻ ഈ വൈകിയ വേളയിലെങ്കിലും സർക്കാർ തയ്യാറാക്കണം. വനിയിൽ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട MLA-യും മുൻ മന്ത്രിയുമാണ് അതേപ്പറ്റി പറയുന്നത്. ഞങ്ങൾ പോയ വീടുകൾ അഞ്ചുതെങ്ങിലെ ഷിജിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. അവിടെ തന്നെയാണ് ശ്രീമൻ എന്ന ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ പോയിരുന്നു. ശ്രീമൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഷിജിൻ കാണാതായ ആളാണ്. വെളിഞ്ഞത്തെ ജോൺ മാത്യാസിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. കാണാതായ ആളാണ്. ഷിജിൻ്റെ വീട്ടിലെ ഭിത്തിയിൽ ഒരു കലണ്ടറുണ്ട്. ആ കലണ്ടറിൽ ഷിജിൻ്റെ ഭാര്യയുടെ കല്യാണ ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ മനസ്സിൽ നിന്നും മായുന്നില്ല. ആ ഫോട്ടോയ്ക്ക് താഴെ ഇരുന്നുകൊണ്ട് ചോദിക്കുകയാണ് ഷിജിൻ്റെ ഭാര്യ, 2 കൊച്ചുമക്കളുമുണ്ട്, എൻ്റെ ഭർത്താവ് എവിടെയൊന്നും. എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണമെന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് കരയുന്ന ഒരു ചെറുപ്പക്കാരിയായ ഭാര്യയോട്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയോട് ഒരു നേതാവിനും ഒരു മന്ത്രിക്കും ഒരു സംവിധാനത്തിനും എന്തെങ്കിലും പറഞ്ഞൊഴിഞ്ഞു പോകാൻ അവകാശമില്ല. അതൊക്കെ മനസ്സിലാക്കാൻ മനസാക്ഷി വേണം, മനുഷ്യത്വം വേണം. ഞങ്ങൾ പിന്നെ അവസാനം പോയത് കല്ലിയൂരെ രാജേഷിൻ്റെ വീട്ടിലാണ്. കൂടെ പോയ ആളിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പരിഗണിച്ച രാജേഷ്. ഓരോ വീട്ടിലെയും കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, അതെല്ലാം ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അവിടെയൊക്കെ പോകണം മുഖ്യമന്ത്രി, മന്ത്രിമാർ, അതെല്ലാം കാണണം. കാണുമ്പോൾ കുറേ പാഠങ്ങൾ പഠിക്കും, അറിയാതെ ശുദ്ധീകരിക്കപ്പെടും. അധികാരം, പദവി, ഹെലികോപ്റ്റർ പദവി, ഹെലികോപ്റ്റർ യാത്ര, ഭാര്യാബന്ധു, ഇൻവെസ്റ്റർ, അതൊക്കെയാണ് മുഖ്യമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പൊള്ളത്തിനെ ബോധ്യപ്പെടും. അപ്പോൾ ഇവരെല്ലാം കാണുമ്പോൾ ഹെലികോപ്റ്റർ വേണ്ട ഇവിടെയൊക്കെ. ഇപ്പോൾ ഇവിടെ എല്ലാമാണ് അത് പറപ്പിക്കേണ്ടത്. ഹെലികോപ്റ്റർ വേണം, പറക്കണം, പാവങ്ങളെ കാണാൻ വേണ്ടി പോകണം. എവിടെയൊക്കെ പോകണം, അവിടെയൊക്കെ പോകണം. അവരെ ചികിത്സിക്കാൻ, ആശുപത്രി കൊണ്ടുപോകാൻ എല്ലാം ഉപയോഗിക്കണം. അല്ലാതെ ആരാണെന്ന് ഇപ്പോഴും അറിയില്ല ഇൻവെസ്റ്റർ. ആരാ ഇൻവെസ്റ്റർ? ടോപ്പ് സീക്രട്സ്, വലിയ രഹസ്യമാണ്. അത്രയും പേര് വെളിപ്പെടുത്താൻ ഒരിക്കലും കഴിയാത്ത ഏതോ ഇൻവെസ്റ്റർ. അതാരായിരിക്കും? അതിനുവേണ്ടി പറപ്പിക്കാം ഹെലികോപ്റ്റർ. ഞാൻ വീണ്ടും പറയുന്നു, ഇത്തരം മനുഷ്യരെ കണ്ടാൽ ഇങ്ങനെ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നുപോലും അറിയാത്ത സാഹചര്യങ്ങളിലും ഹെലികോപ്റ്റർ പറപ്പിക്കുന്ന ആൾക്കാർക്ക് സ്വന്തം മനസ്സിലെ ഒരുപാട് വിഷപ്പുകൾ മാറ്റിയെടുക്കാൻ സഹായിക്കും. ഇത്തരം മനുഷ്യരെ കണ്ടാൽ, ഇവിടെ കണ്ണീര് കണ്ടാൽ. അതുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം
പങ്കിട്ടെടുത്ത് എല്ലാവർക്കും എല്ലായിടത്തും പോകാൻ പറ്റില്ലായിരിക്കും, പക്ഷേ പങ്കിട്ടെടുത്തുകൊണ്ട് ഇവരെല്ലാവരെയും കാണണം, ഓരോ കുടുംബങ്ങളിലും എത്തണം. സർക്കാർ അടിയന്തരമായിട്ടും അതിനുവേണ്ടി പ്രത്യേകമായൊരു ക്യാബിനറ്റ് യോഗം ചേർന്നാണെങ്കിൽ അങ്ങനെയും ചേർന്നുകൊണ്ട് ബൃഹത്തായ ഒരു രക്ഷാപദ്ധതിക്ക് രൂപം കൊടുക്കണം. ഇപ്പോൾ തന്നെ ലേറ്റായി ഒരുപാട്, പക്ഷേ ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നെവർ.